ഹായ് ഫ്രണ്ട്സ്, ദേവസ്വം ബോർഡിന് മുമ്പിൽ നിർത്തി കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാർ സംഘടനകൾ പന്തളത്ത് നടത്തിയ അയ്യപ്പ സംഗമം സമാപിച്ചു. പക്ഷേ ആ പരിപാടിയിൽ പ്രസംഗിച്ച ഒരു സദാനന്ദ സ്വാമിയുടെ വാക്കുകൾ ഇപ്പോൾ ആകെ വിവാദമായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ വാവരെ എന്ന് പറയുന്ന അയ്യപ്പ സ്വാമിയുടെ സുഹൃത്തായിരുന്നില്ല, ശത്രുവായിരുന്നു. അയ്യപ്പസ്വാമി ആക്രമിക്കാൻ വന്ന ആ തീവ്രവാദിയായിരുന്നു, അല്ലെങ്കിൽ ശത്രുവായിരുന്നു വാവൂര് സ്വാമി. ഒരുപക്ഷെ നമ്മൾ ആദ്യം കേൾക്കണം അങ്ങനെ ഒരു കഥ. അതിലുപരി അദ്ദേഹം പറയുന്നത് അത് വാവരല്ല, വാവൂരനാണ്. അമ്മേ, അതേതപ്പോ അങ്ങനെ ഒരു അവതാരം? ഇതുവരെ കേൾക്കാത്തൊരു അവതാരം. അതോ ശ്രീ പരമേശ്വരന്റെ 30 മുക്കോടി ഭൂതഗണങ്ങളിൽ ഒരാളാണ് ഈ വാവൂരൻ എന്ന് പറയുന്നത്. ബെസ്റ്റ്, ആദ്യമായി കേൾക്കുക. അതെങ്ങനെ സദാനന്ദ സ്വാമി അറിഞ്ഞു അദ്ദേഹത്തിന്റെ പേര് വാവൂരൻ എന്നാണ് എന്ന്? ഏതാണെങ്കിലും അദ്ദേഹത്തിന് ഒരുപക്ഷെ വെളിപാടുണ്ടായതായിരിക്കാം, അല്ലെ ശ്രീ പരമേശ്വരൻ തന്നെ SMS-ഓ MMS-ഓ ഇമെയിലൊക്കെ വന്നതായിരിക്കും. അതെന്തോ ആവട്ടെ, ഏതാണ്ടും പുതിയ ഒരു അവതാരം ഉടലെടുക്കുകയാണ്. സംഗതി നിസാരമല്ല കേട്ടോ. വാവൂരന്റെ പേരിൽ ഒരു പുതിയ അമ്പലം വീഴുകയാണ് എരുമേലിയിൽ തന്നെ. അതോടൊപ്പം മറ്റൊരു ആരോപണം കൂടിയുണ്ട്. എന്താണെന്നല്ലേ, വാവൂര് സ്വാമിക്ക് ഇടുന്ന കാഴ്ച അല്ലെങ്കിൽ കാണിക്ക എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് വരുന്നില്ല. അപ്പൊ അതാണ് പ്രശ്നം, അഥവാ പണമാണ് പ്രശ്നം. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവൃത്തിയും ചെയ്തോ വികാരം എന്ന് പറയുന്നത് പണമാണ്. അതല്ലാതെ അയ്യപ്പ സ്വാമിയുടെ ഭക്തിയോ ഹൈന്ദവ വിശ്വാസമൊന്നുമല്ല. യഥാർത്ഥമായി കാരണം എന്ന് പറയുന്നത് പണം തന്നെയാണ്. അപ്പോ പണത്തിന് കുറവ് വരുന്നു, അത് കൂട്ടാനുള്ള മാർഗമാണിത്. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം, ശബരിമല സ്ത്രീ പ്രവേശനം വിവാദമായ സമയത്ത് ശബരിമല ക്ഷേത്രത്തിൽ കാണിക്കിടാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് ഈ സംഘപരിവാർ സംഘടനകൾ. പ്രത്യേകിച്ചും അതിലെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, വിഷം തുപ്പുന്ന ടീച്ചർ. അവര് പറഞ്ഞു, ഒരു കാരണവശാലും കാണിക്കിടാൻ പാടില്ല, കാരണം ശബരിമലയിലെ പണമെല്ലാം സർക്കാർ തട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഒരു ആരോപണം ദേവസ്വം ബോർഡ് ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. ഇവരെ പോലെയുള്ള ചിലല്ലാതെ അങ്ങനെ ആരോപണം ഒരിക്കലും ദേവസ്വം ബോർഡോ അധികാരികൾ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കുന്നുമില്ല. എങ്കിലും പറഞ്ഞുണ്ടാക്കുകയാണ്, കേരളത്തിലെ ഹൈന്ദവരുടെ എല്ലാം പണം ഇടതുപക്ഷ സർക്കാർ തട്ടിക്കൊണ്ടു പോകുന്നു. എന്തെല്ലാം വിവാദങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയും യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് പണം തന്നെയാണ്. അതിലൊക്കെ ഉപരി റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ കേരളം എന്ന് പറയുന്നത് മതേതര വിശ്വാസത്തിന്റെ ഉത്തമമായ ഉദാഹരണമാണ്. കേരളത്തിലെ എല്ലാ മനുഷ്യരും മതവിശ്വാസികളാണ്, അതേസമയം മതേതര വിശ്വാസികളുമാണ്. മതേതര വിശ്വാസികളായ മതവിശ്വാസികളുടെ സമൂഹമാണ് കേരളം എന്ന് പറയുന്നത്. ആ മതേതര വിശ്വാസത്തിന് ഒരു വിള്ളലുണ്ടാവുകയാണ് വാവൂര് സ്വാമിക്ക് ബദലായി വാവൂര് സ്വാമിയെ അവതരിപ്പിക്കുന്നതിലൂടെ. ഇപ്പൊ സ്വാമി അയ്യപ്പന്റെ ഐതിഹ്യങ്ങളിലോ കഥകളിലോ ഒന്നും വാവൂര് സ്വാമി ഉണ്ടാവുകയില്ല. കാരണം വാവൂര് ശത്രുവാണല്ലോ, ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ പൂർണ്ണമായും ഹൈന്ദവീയമായ ഒരു ചരിത്രം സ്വാമി അയ്യപ്പന്റെ പേരിൽ ഉണ്ടാക്കപ്പെടുകയാണ്. ഇപ്പോൾ കേൾക്കുന്നവർക്ക് വ്യത്യാസം മനസ്സിലാകുമായിരിക്കാം, പക്ഷേ വരും തലമുറ കേട്ടു പഠിക്കുന്നത് ഈ കഥകളാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മതേതരമായിരിക്കുന്ന കേരളത്തിന്റെ പാരമ്പര്യത്തിന് ഒരു വലിയ വിള്ളലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സംഘപരിവാർ സംഘടനകളുടെ അഭിപ്രായത്തില് നമ്മൾ ഏറ്റവും അധികം ആഘോഷിക്കുന്ന തിരുവോണം എന്ന് പറയുന്നത് അങ്ങനെ ആഘോഷിക്കേണ്ടതല്ല, അഥവാ അത് മഹാബലിയുടെ ആഘോഷമല്ല. കാരണം എന്താ? മഹാബലി അസുരനാണ്. അസുരനെ ആഘോഷിക്കാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. ദേവനെ ആഘോഷിക്കണം. പിന്നെ ആരെ ആഘോഷിക്കണം? വാമനാവതാരം. അതേ, വാമനാവതാരം ദശാവതാരങ്ങളിൽ ഒന്നാണ്. അപ്പോ ആഘോഷിക്കേണ്ടത് മഹാബലിയെയല്ല, വാമനെയാണ്. അവിടെയും കേരളത്തിന്റെ ആ മതേതര പാരമ്പര്യത്തിന് കോട്ടം വരികയാണ്. അതാണ് നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് അപകടമാണ്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് പാരമ്പര്യത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ശബരിമല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മതേതരത്തിന്റെ പ്രതീകമായ അമ്പലമാണ്. അവിടെ ആർക്കും പ്രവേശിക്കാം. ഉച്ചനീചത്വങ്ങളില്ല. ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ശൂദ്രനെന്നോ വ്യത്യാസമില്ല. ഒരുപക്ഷെ നമുക്കറിയാം, ഏറ്റവും അധികം അന്യജാതിക്കാരോ താണജാതിക്കാരോ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ ഉച്ചനീചത്വങ്ങളില്ല, മതവിശ്വാസങ്ങളുമില്ല, എല്ലാവരും ഏകരാണ്. സ്വാമിയേ ശരണമയ്യപ്പ. താങ്ക് യു.